ഹലോ മുത്തുമണികളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ റമദാൻ 15 ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ളതും പൂർത്തിയായി എടുക്കാനുള്ള പഠിച്ചോൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഞാൻ എവിടെയെന്നായിരിക്കില്ലേ. അപ്പോൾ നമ്മുടെ ഇന്ന് ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് വന്നിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉച്ചവരെ നമുക്ക് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നോമ്പ് ഒരു സമയം പോകും വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഫാത്തിമക്കുട്ടിനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. പോയ പ്രാവശ്യം അവൾ പരിപാടിക്കുണ്ടായിരുന്നു, പ്രാവശ്യം അവൾ പരിപാടിക്കില്ല. അപ്പോൾ അത്യാവശ്യം അപ്പോൾ ഫാത്തിമക്കുട്ടി പ്രാവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ചേരാത്തതിനൊക്കെ ചേർത്തുകയാണ്. അപ്പോൾ നല്ല മാപ്പിളപ്പാട്ടും നമ്മുടെ എല്ലാ ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അറിയണ പോലെ അവർ ഒക്കെ ചെയ്തു. അപ്പോൾ 2 മണി 2:30 വരെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് പിന്നെ ഫാത്തിമക്കുട്ടി അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. നമുക്ക് ഈ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അത് കാരണം ഞാൻ അത്ര പാട്ടൊന്നും എടുത്തില്ല കേട്ടോ. ചെറിയൊരു ഇതിൽ പാട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു സന്തോഷമല്ല, കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു എല്ലാവരും പാടെ നിൽക്കുമ്പോൾ അവർക്കൊരു മാറ്റങ്ങളൊക്കെ വരും. നല്ലൊരു സ്കൂളാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് ഫാത്തിമക്കുട്ടിക്കും റജിക്കുട്ടിനെയും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ചെറിയൊരു പനി കാരണം അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെയും ഞാൻ കൂട്ടിയിട്ട് പോയി. പിന്നെ കുറച്ച് വലിയ പെൺകുട്ടികളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വ്ളോഗർ പോലെ അഭിനയിക്കണം. കുറേ 14 ജില്ലകളും ഒരു നിമിഷം കൊണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പറ്റണ പോലെയൊക്കെ ഒരു പരിപാടി, നല്ലൊരു വ്ളോഗറായിട്ടൊരു പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, സമയം പോയതേ അറിഞ്ഞില്ല. നല്ലൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പം പോയ വർഷം ഫാത്തിമക്കുട്ടിയൊക്കെ ഡാൻസിനുണ്ടായിരുന്നു കേട്ടോ, അപ്രാവശ്യം ഇല്ലാണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഓരോ ചാൻസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് റിൻഷിമോൾക്ക് ഇന്ന് എക്സാം ആയിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നെ വിളിക്കാൻ വന്ന് പിന്നെ ഞാൻ ഫാത്തിമക്കുട്ടിയും റജിക്കുട്ടി പിന്നെ ഇന്ന് പോയിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ 2:30 ആയിട്ടാണ് വീടെത്തുമ്പോൾ. പിന്നെ പോയതും അങ്ങനെ ഇത്തിരി നേരം ഒന്ന് കടന്നു കേട്ടോ. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് നമ്മുടെ നോമ്പ് തുറ വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇന്ന് നോമ്പ് തുറക്കാൻ നമുക്ക് കടിയും വെള്ളം കലക്കിയതും പിന്നെ പള്ളിക്കഞ്ഞി പിന്നെ ചായ. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നാഷ്ടയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ബിരിയാണി തിന്നാനൊരു പൂതിയായപ്പോൾ എല്ലാവരും പാടെ രാത്രി ബിരിയാണി വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നൊരു ചായയും കടിയും മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ വൈകുന്നേരം ഒരു 7:30 നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ പോയി വരുമ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ എല്ലാവരും പാടെ ഇരുന്ന് തിന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ അടിപൊളിയായി. കുറച്ച് ബക്കാണം പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും നല്ലൊരു നോമ്പ് തുറയായിരുന്നു. അങ്ങനെ നമ്മുടെ റമദാൻ 15, നാളെ 16 കിടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എത്ര വേഗമല്ലേ, ഒരു മാസത്തിൻ്റെ പകുതി ഓടിപ്പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താനായിട്ടോ. അപ്പോൾ നമ്മുടെ കടൻ്റെ അവിടെ എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുകളിൽ കുറച്ച് നേരം പോയിരിക്കും കേട്ടോ, അങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫാത്തിമക്കുട്ടിക്ക് പിന്നെ എവിടെയും പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുക എന്ന് പറഞ്ഞാൽ വേഗം വണ്ടി കയറി ഇരിക്കും അവൾക്ക് ഇങ്ങനെ പോണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോകും കേട്ടോ, പുറത്തേക്കൊക്കെ പോയിട്ട് രാത്രിയേ പോവുള്ളൂ. ഓരോ ചായയും കടിയൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ കഴിക്കും. പിന്നെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മടക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ, കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കും ബിരിയാണി കണ്ടപ്പോൾ ക്ഷമയൊക്കെ പോയി കേട്ടോ. അങ്ങനെ വേഗം പ്ലേറ്റിലാക്കി എല്ലാവരും വയറ്റിലും ആക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ എല്ലാ വീട്ടിലുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടും ബഹളം വെക്കാനൊക്കെ ഉണ്ടാവും, എന്നാലും ഒരുമിക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്ന് കഴിച്ച് പിന്നെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് മുകളിലേക്ക് പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊരിച്ച കോഴി ബിരിയാണി 120 രൂപയാണ് കേട്ടോ, 110 തോന്നുന്നു. അങ്ങനെ ഒരു 4 5 ഞങ്ങൾ 6 ആൾക്കും 7 ആൾക്കും പാടെ മേടിച്ചു കഴിച്ചു. പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മെല്ലെ നിസ്കരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിസ്കാരം മെല്ലെ കേട്ടോ ചെയ്യുള്ളൂ. മക്കളിനൊക്കെ പാട്ടറിയും ചോട്ടിലാക്കി നിസ്കരിക്കാതിരുന്നാൽ പിന്നെ കുറച്ച് നേരം ഓതി ദിക്കറൊക്കെ ചെയ്ത് മെല്ലെ എണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ റൂമൊക്കെ കഴിച്ച് അവിടെ കോലാഹലമാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ നോമ്പ് തുറന്നാലും നമുക്ക് പണി തന്നെയാണ് കേട്ടോ, വിശ്രമമൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് എപ്പോഴും അന്നും ഇന്നും പണി തന്നെയല്ലേ.
പഠിച്ചെടുക്കാനുള്ള ആരോഗ്യം ആയുസ്സും ആഫിയത്തൊക്കെ തരട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളി ഇന്നത്തെ റാഹത്ത് അടിയും വെക്കാനും കഴിഞ്ഞ് ഒരു നോമ്പത്തറി റാഹത്തായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അവനെ മുകളിലേക്ക് പോയി. ചട്ടിങ്ങലാകുമ്പോൾ തട്ടിമുട്ടൊക്കെ ഇരിക്കുന്നു പറയുന്ന പോലെ എല്ലാവിടെയും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നല്ലൊരു വീഡിയോ നാളെ വരാം. ചോറേക്കലൊക്കെ കഴിഞ്ഞ് പാത്തൂട്ടി ബിരിയാണി നിന്നപ്പോൾ ഡീസലടിച്ച പോലെ കിടക്കുക കേട്ടോ. പാത്തൂട്ടി അങ്ങനെ പാത്തുകുട്ടി ബിരിയാണി തട്ടി മയങ്ങി കിടക്കുക കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടിച്ച് കളിക്കുള്ളൂ അവള്. അതാ